السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ അതിമഹത്തായ 10 മര്യാദകൾ ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ബഹുമാന്യ പണ്ഡിതൻ അഷേഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ അദ്ദേഹമാണ് ഈ കൊച്ചു റിസാല രചിച്ചത്. അൽഹംദുലില്ലാ 7 കാര്യങ്ങൾ പരിപൂർണമായി നമ്മൾ മനസ്സിലാക്കി. 8ാമത്തേതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം വായിച്ചത്, അഥവാ അദബുൽ മജ്ലിസ്, സദസ്സിൽ പാലിക്കേണ്ട മര്യാദ. സദസ്സ് എന്നത് അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ആ സദസ്സിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചില മര്യാദകൾ പാലിക്കുവാനുണ്ട്. എല്ലാ സ്ഥലത്തും മര്യാദയുള്ളവനായിരിക്കണം ഒരു മുസ്ലിം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ നിയമനിർദ്ദേശം. 8ാമതായി ശൈഖ് അവർകൾ പറഞ്ഞു, ഇദൻതഹൈത ഇലാ മജ്ലിസിൻ ഫസല്ലിം. നീ ഒരു സദസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ആ സദസ്സിലുള്ളവർക്ക് സലാം പറയുക. വജ്ലിസ് ഹൈസു യൻതഹി അൽ മജ്ലിസു. നിനക്കെവിടെയാണോ ആ മജ്ലിസിൽ, ആ സദസ്സിൽ സ്ഥലം കിട്ടിയത് അവിടെ നീ ഇരിക്കുക. വലാ തജ്ലിസ് ബൈന ശംസി വദ്ദില്ല്. വെയിലിനും തണലിനും ഇടയിൽ നീ ഇരിക്കരുത്. വലാ തുഫർരിഖ് ബൈന ഇസ്നൈനി ഇല്ലാ ബിഇദ്നിഹിമ. 2 പേർ ഇരിക്കുകയാണെങ്കിൽ അവരുടെ സമ്മതപ്രകാരമല്ലാതെ അവരെ വേർപെടുത്തി അതിനിടയിൽ കയറി നീ ഇരിക്കരുത്. വലാ തുഖിം അഹദൻ മിൻ മജ്ലിസിഹി. ഒരാളെയും അയാളുടെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കരുത്. വഫ്സഹ് ലിമൻ ദഖല. സദസ്സിലേക്ക് പ്രവേശിച്ചയാൾക്ക് സ്ഥലം കൊടുക്കുക. വദ്കുരില്ലാഹ ഫീഹി. ആ സദസ്സിൽ നീ അല്ലാഹുവിനെ ഓർമ്മിക്കുക. വ അഖല്ലുഹു. അതിലേറ്റവും ചുരുങ്ങിയത് കഫാറത്തുഹു. ആ സദസ്സ് പിരിയുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ്. ഫതഖൂൽ. നീ ഇപ്രകാരം പറയുക, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. 8 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് ഇദൻതഹൈത ഇലാ മജ്ലിസിൻ ഫസല്ലിം. കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചതാണ്. ഒരു മജ്ലിസിലേക്ക്, ഒരു സദസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് സലാം പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നിട്ട് എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ ഇരിക്കുക. വജ്ലിസ് ഹൈസു യൻതഹി അൽ മജ്ലിസ്. 2ാമത്തെ കാര്യം, 2ാമത്തെ മസ്അല, വജ്ലിസ് ഹൈസു യൻതഹി അൽ മജ്ലിസു. സദസ്സിൽ എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ വന്നിരിക്കുക. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, അറബികൾ പൊതുവെ ചേർന്നിട്ടാണ് ഇരിക്കാറുള്ളത്. ആ സമയത്ത് അതിനിടയിൽ കൂടി മുന്നിലേക്ക് വരാൻ ശ്രമിക്കരുത്. മറിച്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ ഇരിക്കുക. മുന്നിൽ കടന്ന് 2 പേരെ തള്ളി മാറ്റി ആ രൂപത്തിൽ വരരുത്. എന്നാൽ ഇതുപോലെയുള്ള നമ്മുടെ ഈ മജ്ലിസ് പോലെയുള്ള അവസ്ഥയാണെങ്കിൽ ഒരാൾക്ക് അതുവഴി കടന്നു വന്ന് ഇവിടെ വന്നിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പുറത്തേലൂടെ വന്നിട്ട് ഇവിടെ ഇരിക്കാം. കാരണം ആളുകൾ വിട്ടുവിട്ടിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം.
അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വെള്ളിയാഴ്ച ദിവസം, ജുമഅയുടെ ദിവസം, അതുപോലെ നിസ്കാരത്തിനു വേണ്ടി ആളുകൾ ഇരിക്കുന്ന സന്ദർഭം, അതൊക്കെ സഫുകളിലായി ആളുകൾ ഇരിക്കാറാണ് പതിവ്. ആ സമയത്ത് തള്ളി മാറ്റി മുന്നിലേക്ക് കടന്നു വരാൻ ഒരിക്കലും പരിശ്രമിക്കരുത്. മറിച്ച് എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ ഒന്നിരിക്കുക. പൊതുവായ നിയമമാണത്. എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ ഇരിക്കുക. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, വലാ തജ്ലിസ് ബൈന ശംസി വദ്ദില്ല്, വെയിലിനും തണലിനും ഇടയിൽ നീ ഇരിക്കരുത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. ഹദീസിൽ കാണാം, നഹ അൻ യുഖഅദ ബൈന ദില്ലി വശംസ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെയിലിനും തണലിനും ഇടയിൽ ഇരിക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. അഥവാ ഒരു സ്ഥലം, ഒരു ഭാഗത്ത് വെയിലടിക്കുന്നുണ്ട്, സൂര്യപ്രകാശമേൽക്കുന്നുണ്ട്. ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാളുടെ പകുതി വെയിൽ കൊള്ളും, പകുതി തണലത്തുമാണ്. ഈ രൂപത്തിൽ ഇരിക്കരുത്. ഒരിക്കൽ അവിടുന്ന് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു. എന്നിട്ട് ആ വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പകുതി വെയിൽ കൊള്ളുന്നുണ്ട്, പകുതി തണലിലുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അവിടുന്ന് മാറിയിരിക്കാൻ പറഞ്ഞു. അപ്പം അതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ ഇരിക്കരുത്, വെയിലിനും തണലിനും ഇടയിൽ ഇരിക്കരുത്. മറിച്ച് ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുക, തണലത്ത് മാറിയിരിക്കുക. അത് സദസ്സിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. നാലാമത്തെ മര്യാദ, വലാ തുഫർരിഖ് ബൈന ഇസ്നൈനി ഇല്ലാ ബിഇദ്നിഹിമ, രണ്ടുപേർ ഇരിക്കുകയാണെങ്കിൽ ആ രണ്ടുപേരെ വേർപെടുത്തിക്കൊണ്ട് അവർക്കിടയിൽ അവരുടെ സമ്മതമില്ലാതെ ഇരിക്കരുത്. ഉദാഹരണത്തിന് ഒരു മജ്ലിസ്, ഒരു സദസ്സ്, ഇപ്പം രണ്ടുപേർ ഇരിക്കുന്നുണ്ട്. അപ്പം അതിനിടയിൽ കുറച്ച് സ്ഥലമുണ്ട് എന്ന് വിചാരിക്കുക. ആ രണ്ടുപേരുടെ അനുവാദം വാങ്ങണം ആ നടുക്കിരിക്കണമെങ്കിൽ. കാരണം ഒന്നല്ലെങ്കിൽ അവർ കാര്യമായി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടാകും, അവർ അങ്ങനെ സ്വകാര്യമായി സംസാരിക്കാനുണ്ടാകും, അവരടുത്ത സുഹൃത്തുക്കളായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളും അതിനിടയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ സമ്മതം ചോദിച്ചതിന് ശേഷമല്ലാതെ ഇടയിലിരിക്കരുത്. രണ്ടുപേർ അടുത്തിരിക്കുകയാണെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ വേർപിരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിറജുലിൻ അൻ യുഫർരിഖ ബൈന ഇസ്നൈനി ഇല്ലാ ബിഇദ്നിഹിമ, രണ്ടുപേരെ അവരുടെ സമ്മതമില്ലാതെ വേർപെടുത്തി അവിടെ ഇരിക്കുക എന്നുള്ളത് ഒരാൾക്ക് അനുവദനീയമല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ മര്യാദകളാണ് പഠിപ്പിച്ചിട്ട് പോയത്. നോക്കൂ, ഇരിക്കുമ്പോൾ വരെ ആളുകളുടെ അവസ്ഥകൾ പരിഗണിക്കണം എന്നതാണ്. ഒരാളെയും ഉപദ്രവിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു ഘട്ടത്തിൽ പോലും അനുവദിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത, അതല്ലെങ്കിൽ അത്ര വലിയ കാര്യമുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന കാര്യമാണ്. രണ്ടുപേര് ഇരിക്കുകയാണ്, പള്ളിയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കൂടി പോയി ഇരിക്കുക എന്നുള്ളത് അതിലിപ്പോൾ എന്താ കാര്യം എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അതിൽ കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ സൂക്ഷ്മമായി പഠിപ്പിച്ചു. ഒരാളുടെയും സ്വകാര്യത നഷ്ടപ്പെടാൻ അനുവദിച്ചില്ല. ഒരാൾക്കും പ്രയാസമുണ്ടാവുന്ന രൂപത്തിൽ ഒന്നും വിട്ടേച്ചു പോയിട്ടില്ല. എല്ലാം നീതിപൂർണമാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ദീനിൽ നീതിപൂർണമാണ്. ഇപ്പോൾ നാലാമതായി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടുപേരെ അവരുടെ സമ്മതമില്ലാതെ വേർപെടുത്തി അവിടെ പോയി ഇരിക്കരുത്. അഞ്ചാമത്തെ മസ്അല, വലാ തുഖിം അഹദൻ മിൻ മജ്ലിസിഹി, ഒരാളെയും അയാളുടെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കരുത്. ഒരാളെയും അയാളുടെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കരുത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വന്ന ഹദീസിൽ കാണാം, അന്നഹു നഹാ അൻ യുഖാമ അർ-റജുലു മിൻ മജ്ലിസിഹി വയജ്ലിസ ഫീഹി ആഖർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ അയാളുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുകയും
എന്നിട്ട് വേറെ ഒരാൾ അവിടെ ചെന്നിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വിലക്കിയിരിക്കുന്നു. മറിച്ച് വലാകിൻ തഫസ്സഹു വതവസ്സഉ, എന്താണ് ചെയ്യേണ്ടത്? പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഒരു മജ്ലിസിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ ഇരുന്ന സ്ഥലത്ത് അയാൾ എഴുന്നേൽപ്പിക്കലല്ല, മറിച്ച് അവിടെ സ്ഥലമൊരുക്കി കൊടുക്കുക, വിശാലത നൽകുക എന്നതാണ് ചെയ്യേണ്ടത്. അവിടെ സ്ഥലം ഉണ്ടാക്കിയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, അല്ലാതെ നീ എന്നേക്ക് ഞാൻ ഇരിക്കട്ടെ എന്ന് പറയരുത്. ഈ ഹദീസിൽ കാണാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടതായി കാണാം, വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു യക്റഹു അൻ യഖൂമ അർ-റജുലു മിൻ മജ്ലിസിഹി സുമ്മ യജ്ലിസു മകാനഹു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ഒരാൾ എഴുന്നേൽക്കുകയും എന്നിട്ട് അയാളുടെ സ്ഥലത്ത് ഇരുത്തുകയും ചെയ്യുന്നത് അദ്ദേഹം വിരോധിച്ചിരുന്നു, അദ്ദേഹം വെറുത്തിരുന്നു. ഒരാൾ അയാളുടെ ഇഷ്ടപ്രകാരം എഴുന്നേൽക്കുക, എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ ഇരിക്കാൻ പറയാം, അത് അദ്ദേഹത്തിന് വെറുപ്പുണ്ടാക്കിയിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇന്ന് ആളുകൾ നമ്മളെ കണ്ടാൽ എഴുന്നേറ്റില്ല എന്ന പരാതിയാണ്. അവനെ കണ്ടിട്ട് എഴുന്നേറ്റിട്ടില്ലല്ലോ, അത് ബഹുമാനില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് അതിനോട് വെറുപ്പായിരുന്നു എന്നാണ്. ഒരാൾ എഴുന്നേറ്റ് അവിടെ ആ സ്ഥലത്ത് പിടിച്ചിരുത്തുക എന്നുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ലാ യുഖീമു അഹദുക്കും അഖാഹു മിൻ മജ്ലിസിഹി സുമ്മ യജ്ലിസു ഫീഹി, ഒരാൾ തൻ്റെ സഹോദരനെ അയാളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും എന്നിട്ട് അയാൾ അവിടെ ചെന്നിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ്, അവിടുന്ന് വിലക്കിയിരിക്കുന്നു. ഇത് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരാളെ അയാളുടെ സ്ഥലത്തു നിന്ന് എഴുന്നേൽപ്പിച്ച് നമ്മൾ പോയി ഇരിക്കുക എന്നുള്ളത്. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മസ്അലകളുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ ഇരുന്ന സ്ഥലമാണ്, അയാൾ എന്തോ ആവശ്യത്തിന് അപ്പുറത്തേക്ക് പോയി, തിരിച്ചു വന്നാൽ അയാൾക്കാണ് ആ സീറ്റിന് അർഹത ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുന്നേറ്റ് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ മിൻ മജ്ലിസിഹി സുമ്മ റജഅ ഇലൈഹി ഫഹുവ അഹഖു ബിഹി, ഒരാൾ അയാളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് തിരിച്ചു വന്നാൽ ആ ഇരിപ്പിടത്തിന് അയാളാണ് ഏറ്റവും അർഹൻ. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് എഴുന്നേറ്റ് കൊടുക്കാം, എന്നിട്ട് അയാളെ പിടിച്ചിരുത്താം. ഇനി നമുക്ക് അർഹതപ്പെട്ട സീറ്റാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ബസ്സിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ പോകുമ്പോൾ നമ്മുടെ സീറ്റിൽ നമ്മൾ ആ നമ്പറിൽ വേറൊരാൾ പോയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹത്തോട് പറയാം, ഇതെൻ്റെ സീറ്റാണ്, എഴുന്നേൽപ്പിക്കാം. കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മൾ ആ സീറ്റിൽ ഇരിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട സീറ്റാണ്. അങ്ങനെ അർഹതപ്പെട്ടത് നമുക്ക് അനുവദനീയമാണ്. ആ ആളുകളെ എഴുന്നേൽപ്പിക്കാം, എന്നിട്ടിരിക്കാം. ഇനി ഒരാൾ പ്രായമുള്ള ആളെ കണ്ടിട്ട് വിട്ടുകൊടുക്കുകയാണെങ്കിലോ നല്ലതാണ്, ഖൈറാണ്. ഇരുന്നത് പ്രായമുള്ള ആളാണ്, നമുക്ക് നിൽക്കാൻ സാധിക്കും. ഇപ്പോൾ ബസ്സിലൊക്കെ ആണെങ്കിൽ നിൽക്കാം, ട്രെയിനിലൊക്കെ ആണെങ്കിൽ നിൽക്കാം. ചെറിയ ചെറിയ യാത്രയാണെങ്കിൽ നന്നേ പ്രായമുള്ള ഒരാളാണ്, വേണമെങ്കിൽ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാം. പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുന്നതിൻ്റെ ബാബിൽ അത് വരും, നമുക്ക് പ്രതിഫലവും കിട്ടും ഇൻഷാ അള്ളാഹ്. അതുപോലെ തന്നെ ഇരുന്ന മജ്ലിസിൽ നിന്നും എഴുന്നേൽക്കാൻ അവസരമുണ്ട്, അനുവാദമുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ. എപ്പോഴാണ്? അതിഥികൾ കടന്നു വരികയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എഴുന്നേറ്റ് അവരെ സ്വീകരിച്ച് അവിടെ ഇരുത്താം. അത് അനുവദനീയമായ മേഖലയാണ്. ഒരാൾ ഇരുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് മറ്റൊരാളെ ഇരുത്തുക എന്നുള്ളത് അതിൽ വിലക്കപ്പെട്ടതുമുണ്ട്, വിലക്കപ്പെടാത്തതുമുണ്ട്. വല്ലാതെ ആദരിച്ച് ബഹുമാനിച്ച് പരിധി വിട്ട് ഒരാളെ ഈ രൂപത്തിൽ പിടിച്ചിരുത്തുക എന്നുള്ളത് ശരിയല്ല. എന്നാൽ സാധാരണ നാട്ടിലുള്ള ഒരു മര്യാദയിൽപ്പെട്ടതാണ് എന്ത്? ഒരാൾ അതിഥിയായി വരുമ്പോൾ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ എഴുന്നേറ്റ് ഇരിപ്പിടം കൊടുക്കുക എന്നുള്ളത് പൊതുവെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു രീതിയാണ്. അത് അനുവദനീയമാണ്. ശർഈയായും നാട്ടിൽ പൊതുവെ നടക്കുന്നതുമായ മര്യാദകൾ അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് ചെയ്യാം. ചിലപ്പോൾ ശർഈൽ അതങ്ങനെ തന്നെ നേർക്ക് നേരെ വന്നുകൊള്ളണം എന്നില്ല. പക്ഷേ നാട്ടിൽ ഒരു നടപ്പുണ്ടാവും.
ശർഇന് വിരുദ്ധമല്ലെങ്കിൽ നമുക്കത് ചെയ്യാം. ആ രൂപത്തിൽ ആളുകൾ വരുമ്പോൾ ഇതുപോലെ അതിഥികൾ അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് അവരെ പിടിച്ചിരുത്തുക എന്നുള്ളത് അനുവദനീയമാണ്. ആറാമത്തെ മസ്അല വഫ്സഹ് ലിമൻ ദഖല. ഒരു മജ്ലിസിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ അവർക്ക് വിശാലത നൽകുക, അവർക്ക് വിശാലത നൽകുക. അത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുജാദിലയിൽ പറഞ്ഞ കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. നിങ്ങളോട് ഒരു സദസ്സിൽ വിശാലത നൽകാൻ പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുക, എങ്കിൽ അള്ളാഹു നിങ്ങൾക്കും വിശാലത ഏർപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശാലത നൽകണമെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരണമെങ്കിൽ നമ്മളും ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകണം, നമ്മളും ആളുകൾക്ക് എളുപ്പം നൽകണം. നമ്മൾ പ്രയാസപ്പെടുത്തുന്ന ആളുകളായി മാറരുത്. അത് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന ഒരു ഖായിദയാണ്. നമ്മൾ ചെയ്തതുപോലെ ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. നമ്മളെങ്ങനെയാണോ അതുപോലെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ പരിക്കന്മാരാണോ നമുക്കും ആ രൂപത്തിലായിരിക്കും. നമ്മൾ മര്യാദയുള്ളവരാണോ തിരിച്ചും മര്യാദ കാണിക്കപ്പെടും. നമ്മൾ കാരുണ്യമുള്ളവരാണോ നമുക്കും കരുണ ചെയ്യപ്പെടും. എന്താണോ നമ്മുടെ കർമ്മം അതനുസരിച്ച് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. വിതച്ചതേ കൊയ്യുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കണം എങ്കിൽ നമുക്ക് കിട്ടുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. ഹദീസിൽ വന്നതായി കാണാം, നിന്നോട് ജനങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നീ ജനങ്ങളോട് പെരുമാറുക. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നോ, നമ്മളോട് ഇങ്ങോട്ട് ആളുകൾ എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നോ, എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുക? എല്ലാവരും നമ്മളോട് നല്ല രൂപത്തിൽ പെരുമാറണം, എങ്കിൽ തിരിച്ച് ജനങ്ങളോടും നല്ല രൂപത്തിൽ പെരുമാറണം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തഫസ്സഹു ഫിൽ മജാലിസ്. ഒരാൾക്ക് വിശാലത നൽകുക എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ്. ഒരു മജ്ലിസിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ വിശാലത നൽകുക എന്നുള്ളത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഹിസ്സിയായി അഥവാ ശാരീരികമായി ഒരാൾ കടന്നു വരുമ്പോൾ അയാളെ ഇരുത്താനുള്ള ആ ഒരു സ്ഥലം കൊടുക്കുക എന്നുള്ളത്, ഒരാളെ ഇരുത്താനുള്ള സ്ഥലം കൊടുക്കുക, ആ ഒരു വിട്ടുവീഴ്ച നൽകുക എന്നുള്ളത്. രണ്ടാമത്തേത് മഅനവിയായ വിശാലത നൽകലാണ്. അഥവാ ഒരാൾ വന്നിരുന്നാൽ ആ ഇരുന്നതിൻ്റെ പേരിൽ അയാളോടൊരു പ്രയാസം തോന്നരുത്. നമ്മൾ കുറച്ചൊന്ന് ഇടുങ്ങിയിട്ടായിരിക്കും പിന്നെ ഇരിക്കേണ്ടി വരിക, ഇയാളെ കൊണ്ട് ഇടങ്ങാറായല്ലോ എന്ന് തോന്നരുത്. മാനസികമായും ശാരീരികമായും വിശാലത ഉണ്ടാവണം. ചില സ്ഥലത്ത് അങ്ങനെയാണ്, ചില സ്ഥലങ്ങളിൽ ഒരല്പം ഇറുങ്ങിയിട്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ശരീരം കൊണ്ടും വിശാലത കൊടുക്കുക, മനസ്സുകൊണ്ടും വിശാലത കൊടുക്കുക. ഇയാളെ കൊണ്ട് ഇടങ്ങാറായല്ലോ, ഇയാളിപ്പോൾ ഈ സമയത്ത് കയറി വന്നിട്ട് ബാക്കിയുള്ള മനുഷ്യന് ഇരിക്കാൻ പറ്റാണ്ടായല്ലോ എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിൽ തോന്നരുത്. മറിച്ച് ഒരാൾക്ക് വിശാലത കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വിശാലത നൽകും എന്നതാണ്. ഇത് പറയാൻ എളുപ്പമാണ്, ആ സമയത്ത് ചെയ്യാനാണ് പ്രയാസം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏഴാമതായി ഷെയ്ഖ് പറഞ്ഞു, വദ്കുരില്ലാഹ ഫീഹ്. ഒരു മജ്ലിസിൽ അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാത്ത ഒരു മജ്ലിസും ഉണ്ടാവാൻ പാടില്ല. ഇൽമിയായ മജ്ലിസിൽ അള്ളാഹുവിനെ ഓർക്കും. എന്നാൽ അതല്ലാത്ത ഒരുമിച്ച് കൂടൽ, അതല്ലാത്ത ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് കൂടി എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഒരു മൂന്നാല് ആൾക്കാർ ഒരുമിച്ച് കൂടി എന്ന് വിചാരിക്കുക, അതൊരു സദസ്സാണ്, അതൊരു മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മര്യാദകൾ അവിടെ പാലിക്കണം. ഒരാൾ വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. അതുപോലെ തന്നെ അതിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ കുറച്ചൊന്ന് വിട്ട് മാറി അയാളെയും കൂടി ഇരുത്തുക. ഇങ്ങനെയുള്ള മര്യാദകൾ എല്ലാ സദസ്സിലും പാലിക്കണം. ഇപ്പോൾ ദിക്റില്ലാത്ത ഒരു മജ്ലിസും ഉണ്ടാവാൻ പാടില്ല. അത് സാധാരണ മജ്ലിസായാലും ശരി, നമ്മൾ നാട്ടുവർത്താനം പറയുന്ന മജ്ലിസായാലും അതിൽ അള്ളാഹുവിനെ ഓർക്കണം. ഒരു മുസ്ലിമിന് എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കേണ്ടവനാണവൻ. അള്ളാഹുവിന് ദിക്റില്ലാത്ത ഒരു സമയവുമില്ല. ദിക്റിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയതാണ്.
അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്ത സന്ദർഭങ്ങളൊന്നും കടന്നു പോകുന്നില്ല. രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ, ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയാലും ദിക്റുണ്ട്, പിന്നീട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും ദിക്റുണ്ട്. ഇങ്ങനെ നിരന്തരം ഓരോ സന്ദർഭത്തിലും ദിക്റുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മജ്ലിസിലെത്തിയാൽ നമ്മൾ മറന്നു പോകരുത്. മതിമറന്ന, അള്ളാഹുവിനെ മറന്ന ഒരു മജ്ലിസാവരുത്. ഇപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പം അതിൻ്റെ ഇടയിൽ ഇൻഷാ അള്ളാ എന്തെങ്കിലും ഒരു കാര്യം വന്നു, ഇൻഷാ അള്ളാ, അതല്ലെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അതല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ബാറക്കല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാത്ത ഒരു മജ്ലിസ് ഉണ്ടാവരുത്. എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അതിലൊക്കെ റബ്ബിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം ആണ് പറഞ്ഞത്. അള്ളാഹുവിനെ ഓർക്കാത്ത മജ്ലിസ് ഉണ്ടാവരുത്. വെറും നാട്ടുവർത്താനം മാത്രം പറഞ്ഞ് പിരിയരുത്. അതിനിടയിൽ എന്തുണ്ട്? റബ്ബിനെ ഓർക്കലുണ്ട്. നമ്മുടെ ഏത് കാര്യവും, ദുനിയാവിൻ്റെ കാര്യമായാലും അതിലെന്തുണ്ട്? അതിൽ ദീനുണ്ട്. ദീനും ദുനിയാവും എന്ന് പറഞ്ഞ് നമ്മൾ വേർതിരിക്കാറുണ്ട്. ദീനിൽ എന്തായാലും അത് ദീനാണ്. ദുനിയാവിലും ദീനുണ്ട്. ഭൗതിക കാര്യമാണെന്ന് വിചാരിക്കുക, അതിൽ ദീൻ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാൾ കച്ചവടം ചെയ്യാണ്, ദുനിയാവിൻ്റെ കാര്യമാണ്, പക്ഷെ ആ കച്ചവടത്തിൽ എന്തുണ്ട്? ദീന് ഇടപെടും, ദീനീ വിഷയമുണ്ട്, ദീനീ കാര്യമുണ്ട്. എന്നതുപോലെ നമ്മൾ യാത്ര പല രൂപത്തിൽ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു വിനോദയാത്ര, ഹലാലായ ഒരു യാത്ര എന്ന് വിചാരിക്കുക, അതിലും നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൽ മുസാഫിറാണ്, യാത്രക്കാരനാണ്, നമുക്ക് ജമ്മു കസറൊക്കെ ആക്കാം എന്ന് പറഞ്ഞതുപോലെ ദുനിയാവിൻ്റെ വിഷയമായാലും അതിലൊക്കെ ദീനുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടൽ ദുനിയാവിൻ്റെ ഒരുമിച്ച് കൂടലാണ്, വെറുതെ ചായ കുടിക്കാൻ കൂടിയാണ്. അതിലും അള്ളാഹുവിനെ ഓർക്കണം. അള്ളാഹുവിനെ മറന്നുകൊണ്ടൊരു ഇരുത്തം, ഒരു ഒരുമിച്ച് കൂടൽ നമുക്കുണ്ടാവാൻ പാടില്ല എന്നതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വ അഖല്ലുഹു, അതിലേറ്റവും ചുരുങ്ങിയത് കഫാറത്തു അൽ മജ്ലിസ്. കഫാറത്തുൽ മജ്ലിസ് എന്ന് പറഞ്ഞാൽ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ പാപമോചനത്തേട്ടം പ്രായശ്ചിത്തമായി ചൊല്ലുന്ന ഒരു ദിക്റാണ്, ദുആ ആണ്. ഫതഖൂൽ, ഇപ്രകാരം പറയുക, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. നമ്മൾ സാധാരണ ക്ലാസ് കഴിയുമ്പോൾ ഇത് ചൊല്ലാറുണ്ട്. കാരണം എന്താ? ക്ലാസ്സിൽ ക്ലാസ് എടുത്താണ്, ദർസ് എടുത്താണ്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാണ്, ദീനുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും കഫാറത്തുൽ മജ്ലിസ് വേണം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണിത്. അവിടുത്തെ മജ്ലിസ് എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സദസ്സ് പോലെ ആയിരിക്കും? ഒരിക്കലുമല്ല. എന്നിട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊല്ലാറുണ്ടായിരുന്നു. ഹദീസിൽ കാണാം, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൻ്റെ അവസാനത്തിൽ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. അതൂബു ഇലൈക, നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൻ്റെ അവസാനത്തിൽ പറയാറുണ്ടായിരുന്നു. ഫഖാല റജുലുൻ, അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നക ലതഖൂലു ഖൗലൻ മാ കുൻത തഖൂലുഹു ഫീമാ മളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ഇത് പറയാറുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഇത് ഒരിക്കൽ പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് മുമ്പ് പറയാത്ത രൂപത്തിലുള്ള ചില വാക്കുകൾ ഇപ്പോൾ പറയുന്നതായി കാണുന്നു, എന്താണത്? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാറത്തുൻ ലിമാ യകൂനു ഫിൽ മജ്ലിസ്, ഒരു സദസ്സിലുണ്ടാകുന്ന തെറ്റുകൾക്ക്, അപാകതകൾക്ക്, ന്യൂനതകൾക്കുള്ള പ്രായശ്ചിത്തമാണ് ആ വാക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞ് പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ നമ്മളത് ചൊല്ലുക. അത് ക്ലാസ് എടുക്കുന്ന ആളുകൾ മാത്രമല്ല, എല്ലാവരും ചൊല്ലണം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇതാണ് ആ പ്രാർത്ഥന. നമ്മൾ ഇൻഷാ അല്ലാഹ് കാണാതെ അറിയില്ലെങ്കിൽ പഠിക്കണം. എന്നിട്ട് മജ്ലിസുകൾ സദസ്സുകൾ പിരിയുമ്പോൾ അത് ചൊല്ലുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ 8 കാര്യങ്ങളാണ് അദ്ദേഹം അദബുൽ മജ്ലിസ് എന്ന ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമതായി, ഒരു സദസ്സിലെത്തിയാൽ അസ്സലാമു അലൈക്കും എന്ന് പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അതല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ എവിടെയാണോ ഇരിപ്പിടം കിട്ടുന്നത് അവിടെ വന്നിരിക്കുക. വെയിലിനും തണലിനും ഇടയിൽ ഇരിക്കരുത്. രണ്ടുപേരെ അവരുടെ സമ്മതം കൂടാതെ അതിനിടയിൽ പോയി അവരെ വേർപെടുത്തി ഇരിക്കരുത്. ഒരാളെയും അയാൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് പോയി ഇരിക്കരുത്, അതല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കരുത്. അതുപോലെ ഒരാൾ സദസ്സിലേക്ക് വന്നാൽ അയാൾക്ക് വിശാലത നൽകുക, ഇരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക. അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, റബ്ബിൻ്റെ നാമം സ്മരിക്കുക. അതിലേറ്റവും ചുരുങ്ങിയത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മജ്ലിസുകളിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന കഫാറത്തുൽ മജ്ലിസ് ചൊല്ലുക. ആ പ്രാർത്ഥനക്ക്, ആ ദിക്റിനുള്ള പേര് കഫാറത്തുൽ മജ്ലിസ് എന്നാണ്. സദസ്സ് പിരിയുമ്പോഴുള്ള പ്രായശ്ചിത്ത പ്രാർത്ഥന, സദസ്സിൽ സംഭവിക്കുന്ന തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ് ആ പ്രാർത്ഥന. 9ാമതായി അദ്ദേഹം പറഞ്ഞത് അദബു ത്വരീഖ്. 9ാമത്തെ മര്യാദ അദബു ത്വരീഖ്, വഴിയിൽ പാലിക്കേണ്ട മര്യാദയാണ്. അദ്ദേഹം പറഞ്ഞു, അഅതി ത്വരീഖ ഹഖഹു ഫഗുല്ല ബസറക വകുഫൽ അദാ വറുദ്ദ സലാമ വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. 5 മസ്അലകളാണ് ഇതിലുള്ളത്. ഒന്നാമത്തേത് അഅതി ത്വരീഖ ഹഖഹു, വഴിയിൽ പാലിക്കേണ്ട മര്യാദ പാലിക്കുക, വഴിയിൽ കാണിക്കേണ്ട ബാധ്യത നിറവേറ്റുക. ഫഗുല്ല ബസറക്, നിന്റെ കണ്ണ് നീ താഴ്ത്തുക. വകുഫൽ അദ, ഉപദ്രവം പിടിച്ചു വെക്കുക. വറുദ്ദ സലാം, സലാം പറയപ്പെട്ടാൽ സലാം മടക്കുക. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക. വൻഹ അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക. സഹോദരങ്ങളെ, വഴിയിൽ പാലിക്കേണ്ട മര്യാദ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മര്യാദ നമ്മൾ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹദീസിൽ വന്ന വാക്കുകളാണ് ശൈഖ് ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുടങ്ങുന്നത് ഇയ്യാകും വൽ ജുലൂസ് ബിത്തുറുഖാത്ത്, വഴികളിൽ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ അതിനെ തൊട്ട് ജാഗ്രത കൈക്കൊള്ളുക. വഴിയിൽ റോഡരികിൽ ഇരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നതാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വഴിയിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക, ജാഗ്രത കൈക്കൊള്ളുക. ഫഖാലു, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാലനാ മിൻ മജാലിസിനാ ബുദ്ദുൻ നതഹദ്ദതു ഫീഹാ, നമുക്ക് അങ്ങനെ ഒരു വഴിയിൽ ഇരിക്കേണ്ടി വന്നാൽ, സംസാരിക്കേണ്ടി വന്നാൽ, നിർബന്ധ അവസ്ഥ വന്നാൽ നമ്മൾ എന്തു ചെയ്യണം? അങ്ങനെ വന്നുപോയി എന്ന് വിചാരിക്കുക. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അബൈതും ഇല്ലൽ മജ്ലിസ ഫഅഅതു ത്വരീഖ ഹഖഹു, നിങ്ങൾക്ക് ഒരു വഴിയിൽ ഇരിക്കാതെ നിവൃത്തിയില്ല, ഇരിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ വഴിയിൽ പാലിക്കേണ്ട മര്യാദകൾ നിങ്ങൾ പാലിക്കുക.
വഴിക്ക് നൽകേണ്ട ഹക്ക് ബാധ്യത നിങ്ങൾ നിറവേറ്റുക. ഖാലു സഹാബത്ത് തിരിച്ച് വീണ്ടും ചോദിച്ചു, വമാ ഹഖ്ഖു ത്വരീഖ് യാ റസൂലല്ലാഹ്, വഴിയിൽ ഉള്ള ബാധ്യത എന്തൊക്കെയാണ് അല്ലാഹുവിൻ്റെ റസൂലേ? എന്താണ് നമ്മൾ വഴിയിലിരിക്കുമ്പോൾ പാലിക്കേണ്ടത്? ഖാല, അവിടുന്ന് പറഞ്ഞു, ഗദ്ദുൽ ബസർ, ഗദ്ദുൽ ബസർ, കണ്ണ് താഴ്ത്തുക, വകഫുൽ അദാ, ഉപദ്രവം പിടിച്ചു വെക്കുക, വറദ്ദു സലാം, സലാം മടക്കുക, വൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. സഹോദരങ്ങളെ, ഈ ഹദീസ് മുഴുവനും വായിച്ചു കേട്ടാൽ നമുക്ക് ബോധ്യപ്പെടും വഴിയിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളത്. വഴിയിലിരിക്കൽ വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ ബാധ്യതകൾ നിറവേറ്റാൻ സാധിക്കുകയില്ല എങ്കിൽ വഴിയിലിരിക്കരുത് എന്നാണ്. അപ്പോൾ റോഡരികിൽ സീറ്റടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ പാലത്തിൻ്റെ കൈവരി അതിമ കയറി ഇരിക്കുന്ന ആളുകളുണ്ട്, വെറുതെ ഇങ്ങനെ കടൻ്റെ മുന്നിൽ പോയിരിക്കുന്ന ആളുകളുണ്ട്, ഒരു പണിയില്ലാതെ ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ പോയിരിക്കുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞ മര്യാദകൾ പാലിക്കാൻ പറ്റുമോ എങ്കിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, എത്ര ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു, 5 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗദ്ദുൽ ബസർ, കണ്ണ് താഴ്ത്തുക. രണ്ടാമത്തേത് കഫുൽ അദാ, ഉപദ്രവം ഉണ്ടാക്കരുത്, ഉപദ്രവം പിടിച്ചു വെക്കണം. വറദ്ദു സലാം, സലാം മടക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഇത് സഹോദരങ്ങളെ, ഇതെല്ലാം പാലിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. ഷെയ്ഖ് ഇവിടെ പറഞ്ഞു, അഅതി ത്വരീഖ ഹഖ്ഖഹു, വഴിക്ക് നൽകേണ്ട ബാധ്യത നൽകുക. അഥവാ ശറഇലും നാട്ടിലും അള്ളാഹുവിൻ്റെ ദീനിൽ പറഞ്ഞ കാര്യങ്ങളും നാട്ടു നടപ്പായി നാട്ടിൽ പാലിക്കേണ്ട മര്യാദകളും ചിലപ്പോൾ ഉണ്ടാവും, അതും പാലിച്ചിരിക്കണം. അത് വഴിക്ക് നൽകേണ്ട ബാധ്യതയാണ്, അത് നൽകണം. അതിൽ പ്രധാനമായി ഒന്നാമത്തേത് ഗദ്ദുൽ ബസർ. അദ്ദേഹം പറഞ്ഞു, ഫഗുദ്ദ ബസറക്, നിന്റെ കണ്ണ് താഴ്ത്തുക. സഹോദരങ്ങളെ, വഴിയിലൂടെ നടന്നാൽ തന്നെ കണ്ണ് താഴ്ത്തൽ വളരെ പ്രയാസകരമാണ്. സാധാരണ നമ്മളൊരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങി നടന്നാൽ തന്നെ കണ്ണ് താഴ്ത്തൽ വളരെ പ്രയാസകരമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന വഴിയിലിരുന്നാൽ കണ്ണ് താഴ്ത്തുക എന്നുള്ളത് സാധിക്കുകയില്ല, വളരെ പ്രയാസകരമായിരിക്കും. അത്ര തക്കവാണോ? അത്ര തക്കമുള്ള റോഡുമ്പോൾ പോയിരിക്കൂല, പള്ളിയിൽ പോയിരിക്കും, അല്ലേ? വീട്ടിനുള്ളിൽ പോയിരിക്കും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. കണ്ണ് താഴ്ത്തുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കണ്ണ് എന്നത് അത് അയച്ചു വിട്ടാൽ എല്ലാ ഷർറും കണ്ട് തിരിച്ചെന്ത് ചെയ്യും? നമ്മുടെ കൽബിലേക്ക് വരും. അപ്പം അതുകൊണ്ട് തന്നെ കണ്ണ് താഴ്ത്തുക എന്നുള്ളത് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഇത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. വഴിയിൽ ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും പൊതുവെ ഒരു മുസ്ലിം കണ്ണ് താഴ്ത്താൻ കൽപ്പിക്കപ്പെട്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും അഥവാ പുരുഷന്മാരോടും സ്ത്രീകളോടും അല്ലാഹു ഒരുപോലെ പറഞ്ഞതാണ്. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, ഓ നബിയെ, താങ്കൾ മുഅ്മിനീങ്ങളോട് പറയുക അവരുടെ കണ്ണുകൾ താഴ്ത്താൻ, അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ. അതേപോലെ അല്ലാഹു തആല സ്ത്രീകളോടും സഹോദരിമാരോടും പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനാത്തുകളോട് പറഞ്ഞു, അഥവാ വിശ്വാസിനികളായ സ്ത്രീകളോട് പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങ് മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് പറയുക, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരുടെ ദൃഷ്ടികൾ, കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ. രണ്ടുപേരോടും, രണ്ട് വിഭാഗങ്ങളോടും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണിത്. അഥവാ
കാണാൻ പാടില്ലാത്ത എന്തൊക്കെ കാഴ്ചകളുണ്ടോ അതിൽ നിന്നൊക്കെ കണ്ണുകൾ താഴ്ത്തണം. ഹറാമിൻ്റെ എന്തൊക്കെ കാഴ്ചകളുണ്ടോ, നമുക്ക് അനുവദനീയമല്ലാത്ത എന്തൊക്കെ കാഴ്ചകളുണ്ടോ അതിൽ നിന്നൊക്കെ കണ്ണ് താഴ്ത്തണം. അപ്പോൾ സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഒരു വഴിയിൽ പോയിരിക്കുക എന്നുള്ളത് ഏറെ ദുഷ്കരമാണ്. ഈ പറഞ്ഞ കാര്യം പാലിക്കാൻ മുൻഗാമികളിൽ വളരെ മഹാനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, അബൂ സുലൈമാൻ ദാവൂദ് അത്താഇ റഹിമഹുല്ലാ. ഹിജ്റ 165 അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഫീ സഖ്ഫി ബൈതിക ജിദ്അൻ ഖദ് ഇൻകസറ. അല്ലയോ ഇമാം അവർകളെ, താങ്കളുടെ വീട്ടിൻ്റെ മേൽക്കൂര അന്ന് ഈന്തപ്പനയുടെ തടിയായിരുന്നു. താങ്കളുടെ വീടിൻ്റെ മേൽക്കൂരയായ ഈന്തപ്പന മരം അതിൽ ഒന്ന് പൊട്ടിയിരിക്കുന്നു. അദ്ദേഹത്തോട് ഇതൊരാൾ വന്ന് പറയുകയാണ്. ഫഖാല, അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, യബ്ന അഖി ഇന്നി ഫി ഹാദൽ ബൈതി മുൻദു 20 സനതൻ മാ നദർതു ഇല സഖ്ഫി. മോനെ, കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ എന്താണ് എന്ന് ഞാനിതിൻ്റെ മുകളിലേക്ക് ഇന്നേ വരെ നോക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, സ്വന്തം വീട്ടിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ടില്ല, മുകൾ ഭാഗം അദ്ദേഹം കണ്ടില്ല എന്നാണ്. ഇന്ന് സഹോദരങ്ങളെ, നമ്മൾ മുകളിലേക്ക് നിന്നാൽ 360 ഡിഗ്രിയിൽ മൊത്തം നമ്മൾ കാണും, നമ്മൾ നോക്കുകയും ചെയ്യും. പഴയ കാലത്തെ മഹാന്മാർ അവരുടെ കണ്ണുകൾ താഴ്ത്തിയ അവസ്ഥ നോക്കൂ നിങ്ങൾ. സ്വന്തം വീടിൻ്റെ മുകളിൽ നോക്കിയിട്ടില്ല, അത് കണ്ടിട്ടില്ല എന്നാണ്. മേൽക്കൂര തകർന്നിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. മഹാനായ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വകാനു യക്റഹൂന ഫുദൂലൻ നദരി കമാ യക്റഹൂന ഫുദൂലൽ കലാം. സലഫുകൾ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, അവർ അമിതമായ നോട്ടം വെറുത്തിരുന്നു. ആവശ്യമില്ലാത്ത അനാവശ്യമായ നോട്ടം അവർ വെറുത്തിരുന്നു. ഏതുപോലെ? അനാവശ്യമായ സംസാരം വെറുത്തിരുന്നത് പോലെ. 2 കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടി. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അനാവശ്യമായത് സംസാരിക്കുകയില്ല, ആവശ്യത്തിൽ കവിഞ്ഞൊരു വർത്തമാനം അവർക്കുണ്ടാവുകയില്ല എന്നതുപോലെയാണ് അവർ ആവശ്യത്തിനല്ലാതെ അവരുടെ ദൃഷ്ടി, അവരുടെ കണ്ണുകൾ ചലിപ്പിക്കാറില്ല. ഇത് സഹോദരങ്ങളെ വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കണ്ണുകൾ അയച്ചുവിട്ട രൂപത്തിലാണ് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് പുറത്തേക്കിറങ്ങിയാൽ കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖാണ്. റബ്ബ് തൗഫീഖ് നൽകിയാലല്ലാതെ, അള്ളാഹു സംരക്ഷണം നൽകിയാലല്ലാതെ നമുക്കത് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയില്ല. കണ്ണുകൾ താഴ്ത്താൻ പറഞ്ഞത്, കണ്ണുകൾ എന്നത് അത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് അതിൻ്റെ അനന്തരഫലമുണ്ടാവുക. കണ്ണുകൊണ്ട് കണ്ടാൽ ഹൃദയത്തിൽ ചിന്തയുണ്ടാകും, അത് പിന്നീട് പല രൂപത്തിലേക്ക് പരിവർത്തിക്കും. അങ്ങനെയാണ് തിന്മകളിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോവുക, അങ്ങനെയാണ് തിന്മകളിലേക്ക് എത്തുക. അതുകൊണ്ടാണ് അല്ലാഹു തആല ദൃഷ്ടികൾ, കണ്ണുകൾ താഴ്ത്താൻ പറഞ്ഞ ഉടനെ പറഞ്ഞെന്താണ്? വയഹ്ഫദു ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവം സൂക്ഷിക്കാൻ അവരോട് പറയുക. അതുപോലെ തന്നെ സ്ത്രീകളോടും വയഹ്ഫദ്ന ഫുറൂജഹുൻ, പുരുഷന്മാരോടും സ്ത്രീകളോടും അല്ലാഹു തആല ദൃഷ്ടി താഴ്ത്താൻ പറഞ്ഞ തൊട്ടുടനെ പറഞ്ഞു അവരുടെ ഗുഹ്യാവയവം, ലൈംഗികാവയവം അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ, സൂക്ഷിച്ചു കൊള്ളട്ടെ. കാരണം നോട്ടമെന്നത് പല രൂപത്തിൽ ഇതുപോലെയുള്ള തിന്മകളിലേക്ക് നമ്മെ എത്തിക്കും, തീർച്ചയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വഴിയിൽ ഇരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഴിയിൽ ഇരിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇയ്യാക്കും വൽ ജുലൂസ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ഇരിക്കുന്നത് കരുതിയിരിക്കുക, ജാഗ്രത കൈക്കൊള്ളുക. ഇനി ഇരിക്കേണ്ടി വന്നാൽ ഒരു സ്ഥലത്ത് ഒരാളെ കാണാൻ, ആ സ്ഥലത്തെ ആളെ കിട്ടുമെന്ന് വിചാരിക്കാം. ഒരാളെ കാണാനും സംസാരിക്കാനും അത്തരം സ്ഥലങ്ങളിലാണ് പോവേണ്ടി വരിക, അങ്ങനെ പോവേണ്ടി വന്നു എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ അങ്ങനെ ഇരിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക.
എങ്കിൽ ഈ പറഞ്ഞത് ഒന്നാമതായി ശ്രദ്ധിക്കണം, കണ്ണുകൾ താഴ്ത്തണം, കണ്ണുകൾ അയച്ചു വിടരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദർസിൽ വായിക്കാം. ഇതും ഇനി ഒരു മര്യാദ കൂടി ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസോടുകൂടി അത് പൂർത്തിയാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.